നമസ്കാരം. ശബരിമല പോകുന്ന ഭക്തർക്ക് ഈ സർക്കാർ ഒരുക്കി കൊടുക്കുന്ന സൗകര്യങ്ങളെക്കുറിച്ചും മാധ്യമങ്ങളൊന്നും നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാറേയില്ല. കുറ്റപ്പെടുത്താനാണല്ലോ നമ്മുടെ നാട്ടിൽ ആൾക്കാരുള്ളത്. എന്തും ഏതും വിഷയത്തിലും കുറ്റപ്പെടുത്തുക, വിവാദമുണ്ടാക്കുക, അത് മാത്രമാണ് വാർത്താ കച്ചവടത്തിൻ്റെ എലമെന്റ്. അതിനപ്പുറത്തേക്ക് ഇക്കുറി ശബരിമലയിലേക്ക് വരുന്ന വാഹനങ്ങൾക്ക് അതിനെന്തെങ്കിലും തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേക ടോൾ ഫ്രീ അല്ലെങ്കിൽ കൺട്രോൾ റൂം MVDയുടെ നേതൃത്വത്തിൽ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതറിയാമോ? അതെങ്ങനെ അറിയും? അതൊക്കെ നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ബാക്കിയുള്ള കച്ചവടങ്ങൾ മുഴുവൻ പോകില്ലേ? അവിടെ അടുത്ത ആളെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ചില കുളങ്കലക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ജനങ്ങൾക്ക് അല്ലെങ്കിൽ അവിടെ വരുന്ന ഭക്തർക്ക് ചെയ്തു കൊടുക്കുന്ന ഗുണകരമായിട്ടുള്ള കാര്യം ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അങ്ങോട്ടേക്ക് വരുമ്പോൾ വാഹനങ്ങളിലാണ് പലരും കടന്നു വരുന്നത്. വാഹനങ്ങൾക്കുൾപ്പെടെ തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ സഹായം കിട്ടും, എന്തൊക്കെ വാഹനങ്ങളിൽ അങ്ങോട്ടേക്ക് വരുമ്പോൾ നിങ്ങൾ ചെയ്യരുത് എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം MVDയുടെ ഭാഗത്ത് നിന്ന് ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. നിങ്ങൾ കാണേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെന്നും അതിനെ മറയ്ക്കാൻ വേണ്ടി വിവാദങ്ങൾ സൃഷ്ടിക്കുന്നവർ നിങ്ങളോട് പറയാതിരിക്കുന്ന ചില നഗ്നമായ യാഥാർത്ഥ്യങ്ങളുണ്ട്. ഒന്ന് കേട്ടെ. എന്താ വണ്ടി ഇങ്ങനെ എന്ത് പറ്റിയതായിരുന്നു? ഓവർ ഹീറ്റ് ആയിട്ട് വണ്ടി വഴി കിടന്നു. അങ്ങനെ പെട്രോളിംഗ് ടീം വന്ന് വണ്ടി പരിശോധിച്ചു. അപ്പം മെക്കാനിക്കലിനെ വിളിച്ചു, അറേഞ്ച് ചെയ്തതല്ലേ? അപ്പോൾ ശരിക്കും ഇപ്പോൾ നിങ്ങൾ ഈ ചെയ്ത വണ്ടിക്കകത്ത് എന്തൊക്കെ കുഴപ്പങ്ങളുണ്ടെന്ന് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? നിങ്ങളുടെ വണ്ടിയല്ലേ? ഓക്കെ, ശബരിമലയിലേക്ക് വന്നതാണ്. നമ്മൾ വളരെയധികം പ്രാർത്ഥനാ നിർഭരമായിട്ടൊക്കെയാണ് വന്നത്. പക്ഷേ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഇതെല്ലാം അലങ്കരിച്ചിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്? ഇവിടെ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ റേഡിയേറ്ററിന്റെ കവർ ചെയ്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ പ്രോപ്പറായിട്ട് കാണുന്നുണ്ടോ? ഇല്ല, കാണുന്നില്ല. ഹെഡ്ലൈറ്റ് മറിയുന്നുണ്ട്. രാത്രിയിലാണെങ്കിൽ നല്ല രീതിയിൽ പ്രകാശം കിട്ടുന്നില്ല. ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾക്ക് പറ്റിയ കംപ്ലൈന്റ് വണ്ടി ഓഫായി നിന്നല്ലേ? അപ്പോൾ നമുക്ക് ഈ മെക്കാനിക് നിങ്ങളെങ്ങനെ ഇവിടെ എത്തിയത്? സാറ് വിളിച്ചിട്ട് വന്നതാണ്. അതായത് നമ്മുടെ കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു. അങ്ങനെ നിങ്ങൾ വന്നത് വിളിച്ചപ്പോൾ ഇത് നോക്കിയപ്പോൾ എന്താണ് കംപ്ലൈന്റ്? എന്താണ് കൂളന്റ്? എന്തുകൊണ്ടായിരിക്കും കൂളന്റ് ഇല്ലാതെ? അപ്പൊ അതാണ് ഇതിവിടെ ശ്രദ്ധിക്കുക. ഇതിന്റെ ഫ്രണ്ട് കവർ ചെയ്ത് ഇതുപോലൊരു അയ്യപ്പന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അതുപോലെ ഫുൾ കവർ ചെയ്തിരിക്കുക. നമുക്കറിയാം വാഹനത്തിന്റെ റേഡിയേറ്ററാണ് എൻജിൻ കൂൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഈ കൂളിംഗ് റേഡിയേറ്ററിന്റെ ബാക്കിലൊരു ഫാനുണ്ട്. ഈ ഫാന് ഫ്രണ്ടിൽ നിന്നുള്ള കാറ്റ് വലിച്ചെടുക്കണം. അപ്പോൾ ആ വലിച്ചെടുക്കാനുള്ള സാഹചര്യം ഇവിടെ കുറഞ്ഞു പോയതാണ് ഇത് ഓവർ ഹീറ്റായി നിൽക്കാൻ കാരണം. അപ്പോൾ ഇവിടെ MVD ശബരിമലയിൽ ഇലവെങ്കിലൊരു കൺട്രോളിംഗ് യൂണിറ്റ് ക്രമീകരിച്ചിട്ടുണ്ട്. ശബരിമലയിൽ എവിടെ വെച്ചായാലും ശബരിമല, അതുപോലെ തന്നെ എരുമേലി, കുട്ടിക്കാനം, ഇവിടങ്ങളെല്ലാം നമ്മൾ പട്രോളിംഗ് ടീമിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള കംപ്ലൈൻറ്റുകൾ സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ പട്രോളിംഗ് ടീം കാണും. ഇനി അഥവാ കണ്ടില്ലെങ്കിൽ പോലും ഞാൻ ഈ താഴെ പറയുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മെക്കാനിക്കിൻ്റെ സർവീസ് കിട്ടുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഈ വണ്ടി ഓവർ ഹീറ്റ് ആകാനുള്ള കാരണം ഈ ഫോട്ടോ വെച്ചിട്ട് കാറ്റ് മതിയായ എയർ റേഡിയേറ്ററിലൂടെ കടന്നു പോകാതെ റേഡിയേറ്റർ ഹീറ്റ് ആവുകയും നിങ്ങൾ പരിശോധിച്ചപ്പോൾ അതിനകത്ത് കൂളന്റിന്റെ ലെവൽ വളരെ കുറഞ്ഞു, അത് വേപ്പറായി പോയതായിരിക്കും. അപ്പോൾ അങ്ങനെയാണ്. അതിപ്പം നമ്മുടെ കൺട്രോൾ റൂമിൽ വിളിച്ചു പറയാൻ ഞങ്ങൾ ഉടൻ തന്നെ ഇതിന് മെക്കാനിക്കൽ അസിസ്റ്റൻസ് കൊടുത്തു. അപ്പോൾ അവർ വന്ന് പരിശോധിച്ചാൽ കൂളന്റ് കുറവായിരുന്നു. അപ്പോൾ ഇത് കൂളന്റ് ഫില്ല് ചെയ്ത് വണ്ടി ഓക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നിങ്ങളെ ഏത് സമയത്തും സഹായിക്കാൻ ഞങ്ങളുടെ പട്രോളിംഗ് ടീമുണ്ട്. ഇതിപ്പോൾ പട്രോളിംഗ് ടീമിൽ സാറാണ് ഈ വണ്ടി കണ്ടുപിടിച്ചത്, ഈ കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ചത്. അപ്പോൾ അദ്ദേഹം ഉടൻ തന്നെ നമ്മുടെ കൺട്രോൾ റൂമിലേക്ക് വിളിക്കുകയും ഉടൻ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ വേണ്ട മെക്കാനിക്കിനെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശബരിമലയിൽ എവിടെ നിങ്ങളുടെ ഒരു വാഹനത്തിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും ഞങ്ങളുടെ താഴെ പറയുന്ന നമ്പറിലേക്ക് വിളിക്കുക. എലവെങ്കലിൻ്റെ നമ്പർ ഇതാണ്, എരുമേലിയിലെ നമ്പർ താഴെ കാണുന്നതാണ്, കുട്ടിക്കാനത്തെ നമ്പർ താഴെ കാണുന്നത്. സ്വാമിയെ ശരണയ്യപ്പ. വാഹനം വഴിയിലായവർ എന്ത് ചെയ്യണം? അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഫ്രണ്ടിൽ ശബരിമല അയ്യപ്പൻ്റെ ചിത്രം എടുത്ത് നിങ്ങൾ മുന്നിൽ വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതുകൊണ്ടുണ്ടാകാനുള്ള തകരാർ എന്തൊക്കെയാണ്? റേഡിയേറ്ററിലേക്ക് വായു കടന്നു ചെന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണ്? അതുകൊണ്ട് വാഹനങ്ങൾ തകരാറാകുന്ന കാര്യമൊക്കെ വിശദീകരിക്കുമ്പോൾ നേരത്തെ ഇത്തരം പാകപ്പിഴകൾ സംഭവിച്ചെടുത്ത് ഇനി പോകുന്നവർക്ക് അത് സംഭവിക്കാതിരിക്കാൻ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഹെഡ്ലൈറ്റ് മറയ്ക്കാതെയും റേഡിയേറ്റർ കൂളാകാൻ വേണ്ടി കൃത്യമായിട്ട് വായു സഞ്ചാരം ഉണ്ടാകേണ്ടതിനെ കുറിച്ചൊക്കെ നിങ്ങളും മനസ്സിലാക്കിയിരിക്കണം. ഒപ്പം തന്നെ വാഹനങ്ങളുടെ ഇൻഡിക്കേഷനുകൾ, അത് ഇൻഡിക്കേറ്റർ ആയിക്കോട്ടെ, ബ്രേക്ക് ലൈറ്റ് ആയിക്കോട്ടെ, അത് മറയ്ക്കുന്ന തരത്തിൽ കുരുത്തോലകളോ മറ്റു തോരണങ്ങളോ ഒക്കെ വയ്ക്കാതെ ശ്രദ്ധിക്കണം. കാര്യം സുരക്ഷിതമായ യാത്രയാണ് നിങ്ങളുടേതൊപ്പം തന്നെ എതിർവശത്തു നിന്ന് വരുന്നവരുടെയും സുരക്ഷിതം ഓരോരുത്തരുടെയും കൈവശമാണ്. അപ്പോൾ നല്ലൊരു യാത്ര, അതും തീർത്ഥാടന യാത്രയ്ക്ക് പോയി വരുമ്പോൾ പോയ ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരാൻ വാഹനങ്ങൾ കൂടി അതേ രീതിയിൽ നമ്മൾ പരിപാലിക്കേണ്ടതുണ്ട്. അതിനെ
സംബന്ധിച്ചുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് MVDയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, കൺട്രോൾ റൂം എവിടെയൊക്കെയാണ് പ്രവർത്തിക്കുന്നതെന്ന്. എരുമേലിയിൽ, പമ്പയിൽ, കുട്ടിക്കാനത്ത് തുടങ്ങി പല പ്രദേശങ്ങളിലും കൺട്രോൾ റൂം തുടങ്ങിയതിന് ശേഷം വാഹനങ്ങൾ വഴിയിലാകുന്നെങ്കിൽ MVD തന്നെ അത് ശരിയാക്കാൻ വേണ്ടി മെക്കാനിക്കുകളെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഈ സർക്കാർ എന്തെല്ലാം കാര്യത്തിലാണ് ശ്രദ്ധ പുലർത്തുന്നതെന്ന് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം അവിടെ പോകുന്ന ഭക്തർക്ക് നിർവൃതിയോടുകൂടി ചെയ്യാൻ സൗകര്യം ഉണ്ടാകുമ്പോൾ അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല എന്നുള്ള നിലയ്ക്ക് അയ്യപ്പന്റെ സ്വർണം കെട്ടെ എന്ന് പറഞ്ഞ് മോങ്ങുന്നിടത്ത് ഒരു കാര്യം കൂടെ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ ശബരിമലയിൽ പോകുന്നവർ നിങ്ങളുടെ പ്രദേശത്തെ ക്ഷേത്രങ്ങളിലെ ഏതെങ്കിലും കമ്മിറ്റികളിൽ ഉണ്ടാകും. അതായത് അവിടുത്തെ ക്ഷേത്ര കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അതിനെ നിങ്ങളൊരു ദേവസ്വം ബോർഡായിട്ട് കാണുക. ആ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സെക്രട്ടറി, പ്രസിഡന്റ് തുടങ്ങിയ എല്ലാവരും കാണും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറയുന്ന ദേവസ്ഥാനത്തേക്ക് പ്രവേശിക്കാനോ അതിന്റെ ഉരുപ്പടികൾ എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അവിടെ പ്രവേശിക്കാനോ അത് എടുക്കാനോ ആർക്ക് മാത്രമാണ് അധികാരമുള്ളത്? അവർ ചെയ്ത തെറ്റിന് ഒപ്പിട്ടവരെല്ലാം കുറ്റക്കാരാണ്, അവരാണ് സ്വർണം കടത്തിയത്. പക്ഷേ കട്ടോണ്ട് പോയവരെ രക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ഈ നാടകങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കുക. അതിനപ്പുറത്തേക്ക് ദർശനത്തിന് പോകുന്നവർ, അതായത് ശബരിമലയിലേക്ക് പോകുന്നവർക്ക് എന്തെല്ലാം പുതിയ പുതിയ സൗകര്യങ്ങൾ മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ ലഭ്യമാക്കുന്നുണ്ട്. അതാണ് അവിടെ കാണുന്ന പ്രകടമായ മാറ്റം. അവിടെ വരുന്നവർക്ക് കൊടുക്കുന്ന പരിഗണനയും അതാണ്. ആ വിഷയത്തിൽ സർക്കാർ പുലർത്തുന്ന ജാഗ്രത എന്താണെന്ന് അവിടെ ദർശനത്തിന് പോകുന്നവർ കിട്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ മനസ്സിലാക്കി ചിന്തിക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് മോട്ടോർ വാഹന വകുപ്പിനെ ഈ രീതിയിലേക്ക് മാറ്റിക്കൊണ്ട് അവിടെ ചെല്ലുന്നവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യണമെന്നുള്ള നിർദ്ദേശം വീഡിയോ ആക്കി തന്നെ പുറത്തിറക്കിയിരിക്കുന്നു എന്നുള്ളത് അതിനൊരു ഉത്തമ ഉദാഹരണമാണ്.